ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് 111ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഡിസംബർ 12 എത്തിയല്ലേ. 12/12 പോർട്ടൽ എനർജി ഓപ്പൺ ആവുകയാണ് എന്നുള്ള കാര്യം എല്ലാവരും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും. 2025 ലാസ്റ്റ് പോർട്ടൽ ഡേ കൂടിയാണ് 12/12. ആ ഒരു ദിവസം 12 ആഗ്രഹങ്ങളെ ഒരുമിച്ച് സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന ഒരു മാജിക് ടെക്നിക്കാണ് ഇന്ന് പറയാൻ പോകുന്നത്. എഴുതി വെക്കുന്നതൊക്കെയും സാധിപ്പിച്ച് തരുന്ന ഒരത്ഭുത മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. 2 ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു 12/12 പോർട്ടലിൻ്റെ തന്നെ. അതായത് ഒരൊറ്റ ഗോൾ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു. ആ ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ചെയ്തിരുന്നത്. അത് കാണേണ്ടവർക്ക് ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം. ഉറപ്പായിട്ടും ആ വീഡിയോ കയറി കാണാം. ഇന്ന് നമ്മൾ ഒരേ സമയം 12 ആഗ്രഹങ്ങളെ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം എന്ന് നോക്കാം. എന്തെന്നാൽ നമ്മുടെ വർഷം അവസാനിക്കാറാകുന്ന ഈ ഒരു ടൈമിൽ ഒത്തിരി പേര് അടുത്ത വർഷം പ്ലാൻ ചെയ്യാനുള്ള ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ പുതുവർഷം നമുക്ക് കുറച്ചും കൂടെ അനുകൂലമാക്കിയെടുക്കാനും, അല്ലെങ്കിൽ 2025 ഇനിയും ബാക്കി നിൽക്കുന്ന ഗോൾസിനെ 2026 സെറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഈ പെട്ടെന്ന് തന്നെ അർജന്റായിട്ടൊക്കെ നടക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറേ ഗോൾസുകൾ ഉണ്ടാകും അല്ലേ. അപ്പം ആ ഒരു അതിൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് ഈ ഒരു പോർട്ടൽ ഡേയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു രീതി വ്യക്തിപരമായിട്ട് എനിക്ക് തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനിത് നമ്മളുടെ ലയൺസ് ഗേറ്റ് പോർട്ടലിൽ അപ്ലൈ ചെയ്ത് സക്സസ്ഫുൾ ആയ ഒരു മെത്തേഡ് കൂടിയാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇത്ര മാത്രം 2 കാര്യങ്ങളാണ്. ഒരു പേപ്പർ വേണം, ഒരു പേന വേണം. നിങ്ങൾക്ക് മാക്സിമം പച്ചമഷി ഉള്ളവരാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ നീല യൂസ് ചെയ്യാം. പേപ്പറിൻ്റെ ടോപ്പിൽ 12/12 എന്ന് എഴുതുക. എന്നിട്ട് അതിലേക്ക് നിങ്ങളുടെ നടന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന 12 ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 12 എണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് ഓരോന്നും അക്കമിട്ട് എഴുതുക. എഴുതുമ്പോൾ ഇതിനോടകം അത് നടന്നു കഴിഞ്ഞതായിട്ട്, അതായത് നിങ്ങൾക്ക് ഓൾറെഡി ആ ആഗ്രഹം സാധിച്ച് കിട്ടി എന്നുള്ള രീതിയിൽ പ്രസന്റ് ടെൻസിൽ എഴുതി വെക്കാം. എഴുതി വെക്കുമ്പോൾ അതിൽ നെഗറ്റീവായിട്ടുള്ള വേർഡ്സുകൾ, അതായത് കടം അല്ലെങ്കിൽ അസുഖം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം. അതിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ, അതിപ്പം നിങ്ങൾ അസുഖം മാറി സുഖപ്പെടണമെന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു എന്ന രീതിയിൽ എഴുതി വയ്ക്കുക. ഇത് നമ്മൾ 12/12 മുൻപായിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അതായത് 12/12 പോർട്ടൽ ടൈം ഓപ്പൺ ആകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ചെയ്തു വെക്കണം. ഈ 12 ആഗ്രഹങ്ങളും എഴുതി അതിന് താഴെയായിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് 3 പ്രാവശ്യം എഴുതുക, അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിക്ക് നന്ദി എന്ന് 3 പ്രാവശ്യം എഴുതി തയ്യാറാക്കി വയ്ക്കണം. എന്നിട്ടാണ് നമ്മൾ 12/12 പോർട്ടലിലേക്ക് കടക്കുന്നത്. പോർട്ടല് 12/12 AM, അതായത് രാത്രി ഒരു 12/12 ടൈമോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 12/12 ടൈമോ നിങ്ങൾക്ക് എപ്പോഴാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ആ സമയം നിങ്ങൾ ചൂസ് ചെയ്യുക. മാക്സിമം ആ ഒരു സമയം നിങ്ങൾക്ക് എത്രത്തോളം കാമായിട്ടിരിക്കാൻ പറ്റുന്നു എന്നതിലാണ് കാര്യം. വളരെ സ്വസ്ഥമായിട്ടുള്ള മനസ്സോടുകൂടി ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആകുന്ന ടൈം നമ്മൾ ഈ ഓരോ ആഗ്രഹങ്ങളും വായിക്കുക. നിശബ്ദമായിട്ടോ അല്ലെങ്കിൽ ഉറക്കെയോ വായിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. വായിക്കുമ്പോൾ ഇത്രമാത്രം ഓർക്കുക, അത് നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞതായിട്ട് ആ ഒരു ഫീലോട് കൂടി ഇമാജിൻ ചെയ്ത് ആ ഒരു സന്തോഷത്തോടു കൂടി വായിക്കണം. എന്തെന്നാൽ അവിടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇമോഷനുണ്ട്. ആ ഇമോഷൻ്റെ വൈബ്രേഷനാണ് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിലേക്ക് പോകുന്നത്. ഇത് എഴുതുന്നതിനോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾക്കുണ്ടാകുന്ന ഫീലിങ്സും. അവിടെ നമ്മൾ ഡൗട്ട്ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ ഇതൊരു പരീക്ഷണം പോലെയോ അല്ലെങ്കിൽ ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെയൊന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ടെക്നിക്കലല്ല കാര്യം, നമ്മളുടെ മൈൻഡിലാണ് കാര്യം. അപ്പോൾ പൂർണ്ണമായും വായിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൂടെ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ നിൽക്കുക. അതിനുശേഷം ഈ പേപ്പർ നമുക്ക് മടക്കി അതിനെ സുരക്ഷിതമായൊരു സ്ഥലത്തെടുത്ത്
കത്തിച്ച് കളയാം. അതായത് അതിൻ്റെ ചാരം ഒരിക്കലും നമ്മൾ ആൾക്കാർ നടക്കുന്നിടത്തോ അല്ലെങ്കിൽ മലിനമായിട്ട് കിടക്കുന്ന ഡേർട്ടി ആയിട്ടുള്ള സ്ഥലത്തൊന്നും വിതറാതിരിക്കുക. നിങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് അതിനെ വിതറിക്കളയാം. അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിലേക്ക്, നല്ല ശുദ്ധമായ വെള്ളത്തിലേക്ക് ഒഴുക്കി കളയാം. അതും അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിലിട്ടിട്ട് വെള്ളം ഒഴിക്കുകയോ ചെടിച്ചട്ടികളിൽ ഇടുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സിലേക്ക് വിടുകയാണ് എന്നതാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊന്നും നമ്മളിൽ തന്നെ പിടിച്ചു വയ്ക്കാതെ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെ അർപ്പിച്ചുകൊണ്ട് അത് നമ്മൾ വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രതീകം. ഇത് കാണുന്ന ഓരോരുത്തരും ഈ ഒരു മെത്തേഡ്, ഈ ഒരു ടെക്നിക്ക് ട്രൈ ചെയ്ത് നോക്കണം. എന്തെന്നാൽ ഈ ഒരു ചെറിയൊരു കാര്യം ചിലപ്പോൾ നമുക്കറിയില്ല, നമ്മളുടെ ഹോൾ ലൈഫിന് തന്നെ ഒരു മുതൽക്കൂട്ടായിട്ട് മാറാം. 12 ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ നമ്മളായിട്ട് തന്നെ ചെയ്യുന്ന ഒരു ഇനീഷ്യേറ്റീവായിട്ട് മാറാം. അത് സാധിക്കും തോറും നമ്മൾക്കാണ് നേട്ടമുണ്ടാകുന്നത്, അല്ലേ? ഒരുപാട് ആളുകൾ ഇത് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടിയാണിത്. പ്രത്യേകിച്ച് കുറച്ചധികം ആഗ്രഹങ്ങളെ ഒരുമിച്ച് ചെയ്യാൻ കൂടെ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു മെത്തേഡ് കൂടിയാണിത്. ചിലതൊക്കെ വളരെ വേഗത്തിൽ തന്നെ നടക്കും, ചിലതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ടൈമൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ സാധിക്കുന്നില്ലല്ലോ, നടക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കാതെ നമ്മൾ ട്രസ്റ്റ് ദ പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കുക. ട്രസ്റ്റ് ദ ടൈമിങ്, ആ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ടൈമിങ്ങിൽ നമ്മൾ വിശ്വസിക്കുക. നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത്, ആ ഒരു മൊമെൻറ്റ്, നമ്മൾ ആഗ്രഹിക്കുന്ന ടൈം ആയിരിക്കില്ല ചിലപ്പോൾ യൂണിവേഴ്സ് അതിനേക്കായിട്ട് തീരുമാനിച്ചിരിക്കുന്ന സമയം. അപ്പോൾ നമ്മളതിൽ ട്രസ്റ്റ് ചെയ്യുക. നമ്മളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള കാര്യമായിരിക്കും യൂണിവേഴ്സ് നമുക്കായിട്ട് കരുതി വച്ചിരിക്കുന്നത് എന്ന് ഉറച്ച് വിശ്വസിച്ച് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസുകളൊക്കെ എനിക്ക് കമൻറ്റുകളായിട്ട് പറയുക. ഞാനും അതിനെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും കൂടി പറയുന്നു. അപ്പോൾ എല്ലാവരും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ സേഫ്, ബി ഹാപ്പി, ബൈ ബൈ.